Hey guys, welcome to my YouTube channel. അങ്ങനെ അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഓണത്തിന് മാവേലി വരുന്ന പോലത്തെ ഒരു വ്ളോഗും ഇടും, എന്നിട്ട് പിന്നെ ആളുടെ അനക്കമൊന്നുമില്ലെന്ന്. സമയം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റുന്നില്ല. ബട്ട് എന്നാലും ഞാനൊരു കുറച്ച് സമയം കിട്ടുന്നതിൻ്റെ അകത്ത് മാനേജ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ അതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓഫ് കോഴ്സ് ഞങ്ങളുടെ 6th ആനിവേഴ്സറി ആണ് സെപ്റ്റംബർ 12-ന്. അപ്പോൾ അന്നാണ് ഞങ്ങൾ ശരിക്കും ഞാൻ യെസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റിലേഷനായ ഡേ. സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ സർപ്രൈസസ് അങ്ങനെ കൊടുക്കും, ബട്ട് അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ആനിവേഴ്സറിക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഞങ്ങൾ ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വല്ലപ്പോഴും ആയിരിക്കും കാണുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, ഒന്നെങ്കിൽ സച്ചു വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ഞാൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പം കാണുന്നത് തന്നെ വളരെ റെയർ ആയിട്ടുള്ള കേസസ് ആണ്. ഇപ്രാവശ്യം എന്തോ എനിക്ക് മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെ ആഗ്രഹം കൊണ്ട് ഞാൻ കൊടുക്കാം എന്ന് വിചാരിച്ചു. മിക്കപ്പോഴും എല്ലാ പ്രാവശ്യവും ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഇതുവരെ കൊടുക്കാത്ത എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കൊടുക്കാം, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാം. നമുക്ക് കയ്യിലൊതുങ്ങുന്നതാണല്ലോ വേണ്ടത്. ഇപ്രാവശ്യം ഞാൻ എന്ത് വിചാരിക്കും, ഞാനിങ്ങനെ കുറേ തപ്പി. ഞാൻ ആദ്യം വേറൊരു ഐഡിയ ആയിരുന്നു വിചാരിച്ചത്. അത് ഞാൻ എൻക്വയറീസും നടത്തി, കുറേ കാര്യങ്ങൾ നടത്തി. പക്ഷേ അത് കുറച്ച് ലേറ്റായിപ്പോയി. അവർക്ക് കുറച്ചുകൂടെ സമയം വേണം, ഒരു 2 വീക്സോളം വേണമെന്ന് പറഞ്ഞു ടൈം. അപ്പോൾ പിന്നെ അത് ഡിലേ ആവുമല്ലോ, കറക്റ്റ് സമയത്തിൻ്റെ അകത്ത് സാധനം കിട്ടത്തില്ല. അപ്പോൾ പിന്നെ അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത പരിപാടി, അടുത്ത ഇനി എന്താണ്, വേറെ എന്താണ് കാര്യം എന്നിങ്ങനെ ആലോചിച്ചപ്പം ഒരു ഐഡിയ കിട്ടി. അങ്ങനെ അതിൻ്റെ പുറകിലായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറൊരു ഡേ ആയിട്ട് സ്പെൻഡ് ചെയ്യാനൊന്നും ടൈമില്ല. കാരണം അങ്ങനെ ലീവും കാര്യമൊന്നും കിട്ടത്തില്ല. കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ പിന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ ഞാൻ എന്താണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചിലപ്പോൾ ഇത് കാണുന്നവർക്ക് ഇത് ഇത്രയൊക്കെ ആണോ സംഭവം, ഇതൊക്കെ വലിയ സംഭവമാണോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലൊരു കുഞ്ഞു കുഞ്ഞു സർപ്രൈസസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്ക് ആകെയുള്ള ടെൻഷൻ എന്ന് പറയുന്നത് പുള്ളിക്കിത് ചേരുവോ, അല്ലെങ്കിൽ പുള്ളിക്ക് ഇപ്പോൾ എന്ത് കൊടുത്താലും പുള്ളിക്ക് ഹാപ്പിയാണ്. ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് ആണെങ്കിൽ പോലും ഹീ ഈസ് ഹാപ്പി വിത്ത് ഇറ്റ്. എനിക്ക് ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സൈസ് കറക്റ്റ് ആയിരിക്കും ഇല്ലേ എന്നാണ്. അത് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഇതേപോലെ സൈസ് അറിയാതെ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഒരു കാര്യം വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ അത് തീരെ ചെറുതായിപ്പോയി. അങ്ങനെ ചില പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചത് എന്താണെന്ന് ഇനി അങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് വാച്ച്. സോ അങ്ങനെ സാധനം വാങ്ങിക്കാൻ നമ്മളിതാ തപ്പി ഇറങ്ങിയേക്കുവാണ്. ഇത് പെട്ടെന്ന് എനിക്ക് തോന്നിയ ഐഡിയ ആണ് കേട്ടോ. കാരണം പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പം ശരിയാണ്, ഞാൻ ഇതുവരെ റിങ് കൊടുത്തിട്ടില്ല എന്ന് തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ഒരു സിൽവർ റിങ് ഗിഫ്റ്റ് ചെയ്താലോ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. അങ്ങനെ സൈസ് തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ഓൾറെഡി സച്ചുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു റിങ് ഞാൻ അത് സച്ചു കാണാതെ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു റിങ്ങിൻ്റെ ഒരു സൈസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് അവിടുത്തെ ആ ചേട്ടൻ്റെ കയ്യിൽ നോക്കി ആ അളവ് വെച്ചിട്ട് തന്നെ ആ ഉള്ള മോതിരത്തിൻ്റെ അളവും കൂടി കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് ഞാനിങ്ങനെ കുറേ നോക്കുവാണ്. സത്യത്തിൽ എനിക്ക് ആദ്യം ഒരെണ്ണം എടുത്തത് ഇഷ്ടപ്പെട്ടു, പിന്നെയും ഞാൻ ഓരോ നോക്കുവാണ്. എന്നാലും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. കുഴപ്പമില്ല, എന്നാലും ഞാനാണെങ്കിൽ ഫസ്റ്റ് ചൂസ് ചെയ്ത് തന്നെയാണ് ഫൈനലി ചൂസ് ചെയ്തത്. കാരണം ആ ഒരു ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് എനിക്ക് വേറൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതാണ് ഞാൻ കൺഫേം ചെയ്തത്. അത് വാങ്ങിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ഗിഫ്റ്റാണ് കേട്ടോ ഞാനാണെങ്കിൽ ഉദ്ദേശിച്ചത്. സത്യത്തിൽ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ആകെയുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എങ്ങനെയാണോ എന്താണ് എന്നൊന്നും അറിഞ്ഞുകൂടാ. എനിവേയ്സ് അത് ഞാൻ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ സച്ചിൻ്റെ കൈ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള റിയാക്ഷൻസും കൂടി നമുക്ക് നോക്കാം. സോ യെസ്, ഞാൻ നാട്ടിൽ വന്ന് എന്നെ വീട്ടിലോട്ട് കൊണ്ടുവിടാൻ നേരത്ത് ഞാനിതേപോലെ എനിക്ക് വിശക്കണം എന്ന് പറഞ്ഞപ്പം സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് കടയിരുന്ന് പാഴ്സൽ വാങ്ങിക്കാൻ നേരത്ത് ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ചു. അപ്പോൾ സ്ട്രൈക്ക് ചെയ്തില്ല ആദ്യം വെച്ചപ്പം. ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ് ഇതുപോലൊരു സാധനം അവിടെ ഇരിക്കുന്നുണ്ടെന്ന് കണ്ടത്. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി.
നോക്കിയപ്പം എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ഇങ്ങനെ ആ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് എനിവേസ് ഹീ ഈസ് ഹാപ്പി വിത്ത് ഇറ്റ്. പുള്ളിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആൻഡ് ഞാനും ഹാപ്പിയാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. കാര്യമായിട്ട് വേറെ വലുതായിട്ടൊന്നും ഇല്ല. സോ ഇത് എൻ്റെ ഒരു കുഞ്ഞ് സർപ്രൈസാണ്. ഞാൻ അല്ലെങ്കിലും എനിക്ക് സർപ്രൈസസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സർപ്രൈസ് കൊടുത്താൽ മാത്രമേ ഒരു റിലേഷൻ മുന്നോട്ട് പോകത്തുള്ളൂ എന്നല്ല, ബട്ട് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ. ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.